ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടതാണിത്. ഒരു മലയാളത്തിലെ ഒരു സിനിമാ സംവിധായകൻ അദ്ദേഹം പറയുകയാണ്, ഒരു മലയാള സിനിമാ നടിക്ക് ഓഫർ ചെയ്തത്, അതായത് ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടിയിട്ട്, ഒരു മുസ്ലിമായി മാറാൻ വേണ്ടിയിട്ട് ഓഫർ ചെയ്തത് ഒന്നും രണ്ടുമല്ല 100 കോടിയാണത്രേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. എന്തുകൊണ്ട് കോടികൾക്ക് വിലയൊന്നുമില്ലേ? നിസ്സാരം ഒരു 10 രൂപ 20 രൂപ കൊടുക്കും പോലെ പറയുകയാണ് 100 കോടി രൂപ കൊടുത്തു എന്നൊക്കെ. അവർക്ക് എന്ത് പ്രത്യേകതയാണ്? ഈ 100 കോടി രൂപ കൊടുത്ത് അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രം ആ സിനിമാ നടിക്ക് എന്ത് പ്രത്യേകതയുണ്ട് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. നോക്കിയതൊക്കെ വാസ്തവവിരുദ്ധമായ കാര്യമാണ് എന്നുള്ളത്, വെറുതെ തള്ളി മറിക്കുന്നതാണ് എന്നുള്ളത് സാമാന്യ ബോധവും ബുദ്ധിയുമുള്ള എല്ലാവർക്കും മനസ്സിലാകും. പക്ഷെ ചില ആളുകൾക്ക് എന്താ പറയുക, ഈ പുട്ടിന് ഇടയ്ക്കിടെ തേങ്ങ ഇടുന്നത് പോലെ ഇടയ്ക്കിടെ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ വന്നിങ്ങനെ ഇടയ്ക്ക് വർഗീയത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇത്തരം ആളുകൾക്ക് ഇങ്ങനെ ഉറക്കം വരാറില്ല. മുസ്ലിമുകൾക്കെതിരെ ഇടയ്ക്കിടെ ഇങ്ങനെ വിദ്വേഷങ്ങളും ഇല്ലാത്ത നുണപ്രചാരണങ്ങളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് അമേരിക്കയിലെ പ്യൂ റിസർച്ച് സെന്റർ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അവർ കൃത്യമായ പഠന റിപ്പോർട്ടുകൾ പുറത്തുവിട്ടു. 2060 ഈ ലോകത്ത് ഏറ്റവും കൂടുതലും ഒന്നാമതെത്തുന്ന മതം അത് ഇസ്ലാം മതമാണ് എന്നുള്ള റിപ്പോർട്ടായിരുന്നു അവർ പുറത്തുവിട്ടത്. ഒരു വ്യക്തിയെ മാത്രം ഇസ്ലാമിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി 100 കോടി രൂപ കൊടുക്കുന്നതിൻ്റെ ആ ഒരു ആവശ്യകത എന്താണ്? നമുക്ക് 100 കോടി എന്നല്ല, 10 രൂപ പോലും കൊടുത്ത് ഒരു മനുഷ്യനെ മുസ്ലിമാക്കേണ്ട ഗതികേട് ഇസ്ലാമിനില്ല. ഒരാളെ നിർബന്ധപൂർവ്വം ഇസ്ലാമിലേക്ക് കൊണ്ടുവരുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ തെറ്റായ കാര്യമാണ്. അങ്ങനെ നിർബന്ധിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. പണവും പ്രശസ്തിയും കൊണ്ടല്ല, നേരെ മറിച്ച് ഹൃദയം കൊണ്ട് ഇസ്ലാമിനെ മനസ്സിലാക്കി അവിടേക്ക് കടന്നു വരുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ മുസ്ലിമായി മാറുന്നത്. അല്ലെങ്കിൽ അയാൾ വെറും ഒരു മുസ്ലിം നാമധാരി മാത്രമാണ്.